നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇന്ന് ഇവിടെ ആരെങ്കിലും വരുന്നുണ്ടോടാ? ഉണ്ടോ? എന്താ വരുൺ, എന്റെ വീട്ടിൽ നിന്ന് അവരെല്ലാവരും കൂടി വരുന്ന ദിവസമല്ലേ നമ്മളെ ചടങ്ങിന് വേണ്ടി വീട്ടിലേക്ക് ക്ഷണിക്കാൻ? ഓ, അത്രേ ഉള്ളൂ. എല്ലാരും കൂടി പറയുന്നത് കേട്ടപ്പോ ഞാൻ കരുതി വേറെന്തോ ആണെന്ന്. ഇതെങ്ങനെയാടാ നിസ്സാരകാരിയാവുന്നത്? കാര്യം പ്രിയങ്കയെ നീ വിവാഹം കഴിച്ചതോടെ നമ്മുടെ രണ്ട് കുടുംബങ്ങളും ഒന്നായി. ചില ചടങ്ങുകൾ വരുമ്പോ അത് കൃത്യമായിട്ട് അപ്പുറവും ഇപ്പുറവും പാലിച്ചേ പറ്റൂ. നീ പോയി പെട്ടെന്ന് കുളിച്ച് റെഡിയാവും. ചെല്ലേ. എനിക്കൊന്നും വയ്യ. ഇനി ആര് വന്നാലും ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും. എന്താടാ ഇത്? ചെറിയ കാര്യത്തിന് പോലും ഞങ്ങളെ വിഷമിപ്പിച്ച് അടങ്ങുന്നുള്ള വാശിയാണോ നിനക്ക്? മുത്തശ്ശി, മതി മതി, ഇനി ഇങ്ങോട്ടൊന്നും പറയാൻ നിക്കണ്ട. ഒരു 10 മിനിറ്റിനുള്ളിൽ കുളിച്ച് വേഷം മാറി ഇങ്ങോട്ട് വന്നേക്കണം. എഴുന്നേറ്റ് ചെല്ല്. മുത്തശ്ശി, ചെല്ലാനല്ലേ നിന്നോട് പറഞ്ഞത്? കുളിച്ചൊരുങ്ങി വന്നിട്ട് എന്തിനാ? എവിടെ കുടുംബക്കാരെ സ്വീകരിക്കാനല്ലേ? ഇവിടെ അതിന് എന്റെ ആരെങ്കിലും ആവണ്ടേ? അതിനൊക്കെ താല്പര്യം തോന്നാൻ ഞാൻ എന്റെ പെണ്ണിനെ കണ്ടെത്തണം. എന്നിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്തോളാം. എന്താ മോളെ പെട്ടെന്ന് മുഖം വാടിയത്? അല്ലമ്മേ, വരുണിന്റെ താല്പര്യക്കുറവ് കാണുമ്പോ ഞങ്ങള് പാവങ്ങളായതുകൊണ്ടല്ലേന്ന് ഓർത്തുപോയി. അയ്യേ, അങ്ങനെയൊന്നും ചിന്തിക്കണ്ട മോളെ. അവനെ അങ്ങനെയൊന്നും മനസ്സിൽ വെച്ച് പെരുമാറുന്ന ആളല്ല. കുളിച്ച് ഒന്ന് ഉറക്കമൊക്കെ തെളിയുമ്പോഴേക്കും അതൊക്കെ അങ്ങ് മാറിക്കോളും. മോള് പേടിക്കണ്ട. വരുണിന് നിന്നോട് താല്പര്യക്കുറവ് തുടരാനൊന്നും പറ്റില്ല. ഞങ്ങളുടെയൊക്കെ മനസ്സ് നിന്നെ സ്നേഹിച്ചു തുടങ്ങിയതുപോലെ വരുൺ നിന്നെ സ്നേഹിച്ചു തുടങ്ങും. എല്ലാം എടുത്തു വെച്ചല്ലോ മോളെ? എല്ലാം വച്ചിട്ടുണ്ടമ്മേ. അയ്യോ, ഇന്നലെ ഉണ്ടാക്കിയ സ്പെഷ്യൽ ഹൽവ എടുത്തില്ല. ഞാനതോടെ എടുത്തിട്ട് വരാവേ. ദേവനെവിടെ? പുറപ്പെടാനുള്ള സമയമായല്ലോ. ദേവേട്ടൻ അമ്പലത്തിൽ നിന്ന് വന്നപ്പോ കുറച്ച് സമയമായല്ലോ അമ്മേ. റെഡി ആയിക്കൊണ്ടിരിക്കുക. ഇതെല്ലാം നീ തന്നെ നോക്കിയെടുത്ത് വെച്ചതാണോ? ഞാനല്ല, രാധിക മോള എല്ലാം എടുത്തു വെച്ചത്. അവളുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ചയും വരില്ല. നല്ല ഒരു കാര്യത്തിന് പോകുന്നതാ. ആ നശിച്ചവളുടെ കൈകൊണ്ട് എന്തിനാ എടുപ്പിച്ചത്? അമ്മ, ഹൽവയും കൂടി വെക്കട്ടെ. എന്ത് കാര്യം പറഞ്ഞാലും കേക്കരുത്. നിന്നോട് തുടരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ തുടരണമെന്ന് എന്താ ഇത്ര വാശി? അമ്മേ, ഉണ്ടാക്കിയതെല്ലാം അവള് തന്നെയല്ലേ, പിന്നെ എടുത്തു വെക്കുന്നത് കൊണ്ട് എന്താ? ഞാൻ വെറുതെ കൂട്ടു നിന്നല്ലേ ഉള്ളൂ. നീ വെറുതെ നിന്നെങ്കിലും നിന്റെ മനസ്സ് ശുദ്ധമാ. പക്ഷെ ഈ പണിയെടുത്തു എന്ന് പറയുന്ന ഇവളുടെ മനസ്സുണ്ടല്ലോ, അതില് ദുഷ്ടബുദ്ധി മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞാ ഇത് കൊണ്ടുപോയി വേറെ ഒരിടത്ത് കൊടുക്കാൻ എനിക്ക് വിശ്വാസമില്ല. എന്തിനാ മുത്തശ്ശി അങ്ങനെയൊക്കെ പറയുന്നേ? പ്രിയയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നൊരു കാര്യം മോശമാവാൻ ഞാൻ താല്പര്യം കാണിക്കോ? കാണിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.